ഹായ് 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 ചെയ്യുന്നവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല, വേറെ നല്ല ഞാൻ നമ്മുടെ ക്യാമ്പിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെ കൊണ്ടൊരു പരിപാടി നടന്നിട്ടില്ല. പിന്നെ അന്നത്തെ ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എത്തും തന്നെ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോകുന്നത് ഉച്ചയ്ക്കാണ് ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. നമ്മൾ നമ്മളുടെ പുതിയൊരു ഡേ ആരംഭിക്കുവാണ്. എന്താ പറയുക, വീട്ടിൽ ഇപ്പോൾ ചായ കുടിക്കണം. ആരും എണീറ്റിട്ടുള്ള ഇപ്പോൾ നല്ല ഉറക്കമാണ്. ചായ കുടിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സമയം 8:30 എന്ന് പറഞ്ഞാൽ 8:30. അപ്പോൾ ഏതായാലും കഴിഞ്ഞ ക്യാമ്പിങ് വീഡിയോസിൽ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ക്യാമറ ഒക്കെ പിന്നെ നമുക്ക് റൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ആദിലാണെങ്കിലും ഇവരെയൊക്കെ നമുക്ക് എന്നും കിട്ടില്ല. എന്നും കിട്ടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇവർക്കൊക്കെ ജോലിയില്ല. റൈസിന് കൊടുകിലാണ് ജോലിയുള്ളത്. അതുപോലെ തന്നെ ആദിൽ പിന്നെ നാട്ടിൽ തന്നെയാണ്. പിന്നെ റൈസ് ഈ പറഞ്ഞ പോലെ 3 കുട്ടികളുടെ അച്ഛനാണ്. അപ്പം അവന് അവൻ്റേതായിട്ടുള്ള രീതിയിൽ കുടുംബം നോക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എല്ലാ ദിവസവും നമുക്ക് ഇതിനു വേണ്ടി ക്ഷണിക്കാനോ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കാനോ പറ്റില്ല. അവരൊക്കെ ഫ്രീ ആയി നിൽക്കുന്ന നേരത്ത് എനിക്ക് അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കാനേ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ക്യാമ്പിങ് വീഡിയോക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് കിട്ടി. തീർച്ചയായിട്ടും അടുത്ത ക്യാമ്പിങ് വീഡിയോ വരുന്നുണ്ട്. കഴിഞ്ഞ സോളോ ക്യാമ്പിങ് ആയിരിക്കും. പക്ഷേങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 3-4 ഓട്ടോ ഇടട്ടെ. അല്ല, കട്ടൻ ചായ ഉണ്ട്, നോൽപ്പുട്ടുണ്ട്, അതിലേക്ക് ചെറുപയർ കറിയുണ്ട്. ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഒരു 9 മണിയാകുമ്പോൾ സ്റ്റാൻഡിൽ എത്താം. അതിന് മുമ്പ് തന്നെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. വണ്ടിക്ക് മുല്ലപ്പൂവൊക്കെ ചൂടിയാണ്, അതൊക്കെ ചാടിപ്പോവും. ഓക്കെ, അതിനടുത്ത് ഇവിടെ കെട്ടിയനെ ചെറിയില്ല. എന്നാൽ പിന്നെ നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ ഇറങ്ങുന്ന സമയം 9 മണി ആയോ? 9 മണി ആയിട്ടുണ്ടാവില്ല, 9 മണി ആവണുള്ളൂ. ഇന്ന് ടൊട്ടാ കെയറിൻ്റെ ട്രക്കിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടൊട്ടാ കെയർ അതിന് ഇറങ്ങി നോക്കാം. ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊക്കെ ഒന്നും ഇറങ്ങൂല. ഇന്ന് തൊട്ട് 3 ദിവസം നമ്മൾ വേറെ ഒന്നിനും ഇറങ്ങൂല. വേറെ ഒന്നിനും ഇറങ്ങാത്ത ഒരു 3 ദിവസമായിരിക്കും. ചിലപ്പോൾ 3 അല്ല, ചിലപ്പോൾ നെക്സ്റ്റ് മൺഡേ വരെ നമുക്ക് അത്തരത്തിൽ നിൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക്. അതിനിടയിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം. സാധാരണ ഇപ്പോൾ രാവിലെയാണോ ഉച്ചയാണെന്നൊന്നുമില്ല, ചൂട് നല്ല രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇന്ന് വളരെയധികം കുറവാണ്. ഞാൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 9:01 കേട്ടോ. നമുക്കിന്ന് എന്ത് കിട്ടും, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ചെങ്ങൈമാരെ നമുക്ക് കൈനീട്ടം കിട്ടിയിരിക്കുവാണ്. കൈനീട്ടം 40 രൂപ കിട്ടിയിട്ടുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. എന്താ പറയുക, ലൈനിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അയലോക്കത്തെ നമ്മുടെ ഇക്ക നമ്മുടെ വണ്ടി വിളിച്ച് നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് നമുക്ക് കിട്ടിയത് അധികം വൈകാതെയാണ്. സ്റ്റാൻഡിൽ വണ്ടി കുറവുണ്ട്. 9:20 ആയിട്ടുള്ളൂ. അതായത് ഏതാണ്ട് 18 മിനിറ്റിനുള്ളിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ലോക്കലാണെങ്കിൽ കൈനീട്ടം എന്ന് പറയുന്നത്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, നമുക്ക് രാവിലത്തെ ട്രിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ ദിവസമാണ് ഞാൻ പറയണത്. എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് രാവിലെ എനിക്ക് എങ്ങനത്തെ ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധമുള്ള രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ട്രിപ്പുകളൊക്കെ. ഇത് നമുക്ക് ഈ രാവിലെ തന്നെ 10 രൂപ അല്ലെങ്കിൽ ഏറെ തന്നോ, അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ആളുകളൊക്കെ തന്നെ 10 രൂപ 20 രൂപയൊക്കെ ഏറെ തരും. നാരേട്ടനയിൽ 10 രൂപ കമ്മി പോയോ, 10 രൂപ കിട്ടാതെ ആയോ, നാളെ ദിവസം എല്ലാവരെയൊക്കെ അങ്ങനെ സംഭവിക്കും. ഏറെക്കുറെ സംഭവിക്കും. അതുപോലെ തന്നെ എവിടെയെങ്കിലും വെയിറ്റിംഗ് ഉണ്ടോ, അതിനും സംഭവിക്കും ഏറെക്കുറെ. ഇതൊക്കെ തുടക്കത്തെ ട്രിപ്പ്, കഴിഞ്ഞത്തെ ട്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ട്രിപ്പുമ്പോൾ സംഭവിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം അങ്ങനെയാണ് എനിക്ക് സംഭവിക്കല് സാധാരണ. ഇന്ന് കുഴപ്പമില്ല, നമുക്ക് പക്കയാണ്. 9:50 മുന്നിലുണ്ട് ഫസ്റ്റ് ഗ്യാപ്പിൽ. ആർക്കാണ് എന്നെ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുള്ളത്? എൻ്റെ ഭാഗ്യത്തിൽ ഏതായാലും നടക്കൂല. ജനങ്ങളുടെ ഭാഗ്യം നോക്കാൻ മതി. എന്നെ കൊണ്ടുപോകാൻ ഭാഗ്യമുള്ളത് ആരാണ്? ഞാൻ ഇന്ന് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് ആദ്യത്തെ വട്ടമാണ് ഫസ്റ്റ് ക്യാബിലേക്ക് വരുന്നത്. സമയം പറഞ്ഞ പോലെ 9:50 ആയിട്ടുണ്ട്. ഒരു 100 രൂപേൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കോ കിട്ടിക്കഴിഞ്ഞാൽ ഷെയറാവട്ടെ പരിപാടി. വാനം മേലെ ഓരോ താരകങ്ങൾ. आपका बस चेंज है ना? ठीक है.
റേഞ്ചില്ല. ചെക്കന്മാരെ 140 രൂപയുടെ ട്രിപ്പാണ് നമുക്ക് വന്നത് കേട്ടോ. പക്ഷെ എങ്കിൽ ഞാൻ ഇപ്പൊ ഉള്ളത് കൊണ്ടുവരും തന്നെയാണ്. അതാണ് പ്രത്യേകത. ഈ ഒരു ട്രിപ്പിന്റെ പ്രത്യേകത ഭയങ്കര സംഭവമാണ്. ഇവിടെ ഒരു ലോറി ഉണ്ട് കണ്ടോ, അവന്മാര് പോണടത്തുണ്ടോ ഒരു ലോറി. ഈ ഒരു ലോറി, ഈ ഒരു ഡ്രൈവർ ഇവന്മാര് എന്നോട് വന്നിട്ട് ചോദിച്ചു ഇവിടെ എവിടെ ബേപ്പർ ബ്രിഡ്ജ് എവിടെ ഉള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് നമ്മൾ 1 കിലോമീറ്ററിനുള്ളിലാണ് ഉള്ളത് കാരണം. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് പോരായിരുന്നു. അപ്പൊ ഇവന്മാര് ലൊക്കേഷൻ കാണിച്ചു ബൈ ആ റോഡല്ല ഈ റോഡ് പോട്ടെ, ഈ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് പോകണ്ടായിരുന്നു. ആ ലൊക്കേഷൻ 3 കിലോമീറ്റർ അപ്പുറം. എന്നാ ശരി, ഞാനും കരുതി ഞാൻ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി വല്ല ബേപ്പർ ബ്രിഡ്ജ് ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കണ്ടല്ലോ. ഒരു ലൊക്കേഷന് ആ ടീം അയച്ചു കൊടുത്തതാണ്. ലൊക്കേഷനിൽ ചെന്ന് നോക്കുമ്പോ അവിടെ ബേപ്പർ ബ്രിഡ്ജും ഇല്ല, ഒന്നുമില്ല അവിടെ. അതിന് ഇവര് ഇന്റെ കണ്ണുക്ക് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞവരോട് ഇങ്ങോട്ട് ആളുടെ നമ്പർ ഉണ്ടോ, മലയാളി ആണെങ്കിൽ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഡ്രൈവർ നമ്പർ ഉണ്ട്. അപ്പൊ ഡ്രൈവർ ഞാൻ സംസാരിച്ചു നോക്കി. അപ്പൊ ഞാൻ ഫസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കരുതിയ സ്ഥലത്തേക്കാണ് അവന്മാർക്ക് പോരേണ്ടത് തന്നെ. അപ്പൊ ഞാൻ ആദ്യം വരെ ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഏതാണ്ട് 40 രൂപയിൽ ഒതുങ്ങുന്ന ട്രിപ്പാണ്. പക്ഷേങ്കിൽ ഇവന്മാർ അങ്ങനെ പോയി ഇങ്ങനെ വന്നപ്പോഴേക്ക് 140 താത്ത എടുക്കണാവോ. പോന്നപ്പോ ഒരു താത്ത കൈ കാട്ടി അറിഞ്ഞില്ലേ, ആ താത്ത കനറ ബാങ്കിക്കായിരുന്നു. അപ്പൊ അങ്ങനെ 30 മറ്റേ കഥ മുഴുവനായിട്ടില്ല കേട്ടോ. അപ്പോഴും ഈ ഡ്രൈവർ എന്താ കാട്ടിക്കണേ, ഡ്രൈവറാണ് അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിക്കണേ. ഡ്രൈവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടെ നിന്നുള്ള ലൊക്കേഷൻ അയച്ചു കൊടുത്തിക്കണേ, ഈ ലൊക്കേഷനിൽ വന്നാൽ മതി പറഞ്ഞാണ്ട്. എന്നിട്ട് ഡ്രൈവർ വണ്ടിയായിട്ട് ബേപ്പർ ബ്രിഡ്ജിന്റെ അവിടെ വന്ന് കാത്തിക്കാം. നല്ല കഥയല്ലത്. എന്താ ചെയ്യാ, ചെക്കന്മാര് വെറുതെ അവർക്കൊരു നഷ്ടം പറ്റിയാൽ നല്ലതാ. പക്ഷെങ്കിൽ എന്താ പറയാ, നമ്മൾക്കിതൊക്കെ ഇടങ്ങേറാണ്. കാരണം അറിഞ്ഞുകൊണ്ടല്ലാത്ത നഷ്ടങ്ങള് അവർക്ക് പറ്റുകയും അത് നമ്മൾക്ക് കിട്ടുകയും ചെയ്യുമ്പോഴേക്ക് നമ്മൾക്കൊരു വിഷമമാണ്. പക്ഷെ നമ്മൾക്കിത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ. 140 രൂപയാണ് നമ്മൾക്ക് ആ ഒരു ചാർജ്, നമുക്ക് മേടിക്കൽ നിർബന്ധമാണ്. എന്താ ചെയ്യാ, എന്തൊക്കെയായാലും 140 ഇപ്പൊ കിട്ടി 30, 170 ഫസ്റ്റത്തെ കൈനീട്ടം 40, 210 രൂപയ്ക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 10:30 സമയമാണ്. അപ്പോഴേക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ഒരു 100 രൂപയുടെ ട്രിപ്പ് നമ്മളുടെ എന്താ പറയാ, നേരത്തെ 140 കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാട്ടത്. അപ്പോൾ നമ്മൾ എത്ര ഇവിടുന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കണം, വളവുണ്ട് അപ്പുറത്ത്. അതായത് 310 രൂപയായിട്ടാ, 310. അതിനല്ലേ ഞാൻ ഓർത്ത് വെച്ചേക്കുമായിരുന്നേ. അതായത് സാധാരണ ഞാൻ ഈ പോക്കറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇട്ട് വെക്കും. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഇന്നിപ്പോ ബുധനാഴ്ചയല്ലേ, ഇന്ന് ഫ്രൈഡേ വെള്ളിയാഴ്ച. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോയത്. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് പിന്നെ ഈ ഒരു ദിവസം വരെ എനിക്ക് ശരിക്കും ഓടാൻ വേണ്ടിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു കാലിയുണ്ട് മൊത്തത്തില്. അപ്പൊ അതുകൊണ്ട് ഈ പോക്കറ്റ് കിട്ടാനൊന്നും ഇല്ല. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് 310 രൂപയ്ക്ക് ഓടിയാണ് ഇതല്ലേ. വലൈക്കും സലാം. വേണ്ടമ്മ, വേണ്ട പോയിക്കോ, ഒന്നും ഉണ്ട് കുടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെടാ. നമ്മളെ സ്റ്റാൻഡിന്നല്ല, ഞാൻ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് വിടണം. ഞാനിപ്പോ 2 ദിവസം മുമ്പ് അല്ല 4 ദിവസം മുമ്പ് ഞാൻ കൊണ്ടുവന്ന് വിട്ടതാണ്. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതാണ്. എന്താ പറയാ, നമ്മൾക്ക് എപ്പോഴാണ് ഇപ്പൊ വാടക എനിക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് സാധനമൊക്കെ കുറച്ച് പൊറാട്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് മുറുക്കാനൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുന്നത്. അപ്പൊ തന്നെ എനിക്ക് എന്റെ വാടക തന്നിട്ടുണ്ട്. വാടക തരാന്ന് പറഞ്ഞാല് അത് ഭയങ്കര രസമാണ്. നമ്മൾക്ക് ശരിക്കും ഇവിടുന്ന് ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോഴേക്ക് 30 റുപ്യ ഉള്ളൂ. പക്ഷെങ്കിൽ കറക്റ്റ് ആവില്ല തരാം, ഏറെ തരുള്ളൂ. നമ്മൾ എത്ര മസിൽ പിടിച്ച് അങ്ങോട്ട് തിരിച്ചു കൊടുത്താലും അത് വാങ്ങിക്കൂല. അത് ഉമ്മാന്റെ കുട്ടിയത് വെച്ചോളി, അള്ള ഹയറാക്കട്ടെ പറഞ്ഞാണ്ടേ തരുന്നാണ്. നമ്മൾ എത്ര തിരിച്ചു കൊടുത്താലും വാങ്ങിക്കൂല എന്നുള്ളതാണ്. ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. കാണുമ്പോ എന്റെ കുട്ടികള് എന്നുള്ള ഒരു വർത്താനുണ്ട്, നമ്മളെ മനസ്സിൽ കണ്ട് മനസ്സിറന്നറിയും. അങ്ങനെ ഞാൻ 1-2 ലോക്കലുകളൊക്കെ പോയി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 11:40 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ 2 നൂൽപുട്ടും കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ.
അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. സ്റ്റാൻഡിലാണെങ്കിൽ വണ്ടിയും കുറവാണ്, ഓട്ടോ ഉണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, വിശപ്പടക്കിയാലേ നമുക്ക് ആ രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം. അപ്പോൾ ചെങ്ങൈമാരെ, ഇന്ന് എന്താ സംഭവം അറിയില്ല. സംഭവം അറിയില്ല പറഞ്ഞാല് വണ്ടിയിൽ കയറുന്നവരൊക്കെ ഒരുപാട് നല്ല രീതിയിൽ അടുപ്പുള്ളത് പോലെ സംസാരിക്കുന്ന ആളുകളാണ്. ഇന്ന് ഇത്രയും നേരം വണ്ടിയിൽ കയറിയ ആളുകൾ. ഇപ്പൊ ഞാൻ ട്രിപ്പ് ഒരു 70 രൂപയുടെ പോന്നിട്ട് ഞാൻ റിട്ടേൺ പോവാണ്. അപ്പൊ ആ ഒരു ഇത്തൊക്കെ എന്താ എന്നോട് എന്താ പറയാ, അത്ര അടുപ്പുള്ള പോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും. പക്ഷെ ഞാനും തന്നെ അവര് പറഞ്ഞതുപോലെയൊക്കെ വണ്ടി നിർത്തി കൊടുക്കുകയും ഒക്കെ അവരോട് സഹകരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും വളരെ സന്തോഷം എനിക്ക്. കാരണം നമ്മള് ഒരു ട്രിപ്പ് പോകുമ്പോഴേക്ക് ആളുകൾക്ക് നമ്മളോട് മുഷിപ്പോ, നമുക്ക് ആളുകളോട് മുഷിപ്പോ തോന്നിക്കഴിഞ്ഞാല് അവിടെ അത്ര വലിയ കോൺവെർസേഷൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പൈസയൊക്കെ മേടിച്ച് പോരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ ഇപ്പൊ ഇന്ന് കയറിയ ഒരു അധികം ആളുകളും കയറുന്നു, എന്നോട് എന്താ പറയാ, അവര് വളരെ അടുത്ത ആളുകളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അവർക്ക് വേണ്ട സ്ഥലങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ പറയുമ്പോഴേക്ക് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് നിർത്താൻ വേണ്ടി തോന്നുകയാണ് അവരുടെ പെരുമാറ്റം കൊണ്ട്. നമ്മൾ നിർത്തി കൊടുക്കുന്നു. വണ്ടി അവരെ കൊണ്ടുവിടുമ്പോൾ അവർ പറയുവാണ്, എന്നാ ശരി കേട്ടോ, എവിടെ സ്ഥലം, വീട് എവിടെ എന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഭയങ്കര ഇന്നത്തെ ആ കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക്. എന്താ അറിയില്ല, നമ്മളിപ്പോ 560 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. 560 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇപ്പോ വണ്ടർഫുൾ ഡേ ആണ്. ഫ്രൈഡേ അല്ലേ, നമ്മുടെ ഡേ ആണ്. 12:15. ചെങ്ങന്മാരെ 1-2 ലോക്കലുകളൊക്കെ പോയി. ഇപ്പൊ സമയം 1:40 ആയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശാന്തി എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് വണ്ടൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 6.5 കിലോമീറ്റർ അകലെ ഒരു 140 രൂപയുടെ ട്രിപ്പ് കൂടി പോകുന്നതാണ്. ഇപ്പൊ ഈ ഒരു നേരമായിട്ടേക്ക് നമ്മൾ ഓടിയിട്ടുള്ളത് 620 140 760 രൂപയ്ക്കാണ് നമ്മളിപ്പോ ഓടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഓട്ടം പറഞ്ഞാല് നമ്മൾ ഉച്ച വരെ ഓടിയിട്ടുള്ളതാണ്. അത് ഈ നേരം വീട്ടിലേക്കാണ്. 760 റുപ്യ എന്നൊക്കെ പറയുമ്പോഴേക്ക് വലിയ ഓട്ടമാണ് അത്, മനസ്സിലായല്ലേ? ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു 300 ഓടാൻ പറ്റുള്ളെങ്കിൽ നമുക്ക് 1000 രൂപ നമുക്ക് ഓടിയെടുക്കാൻ വേണ്ടി പറ്റും. മരുന്നൊടിയില്ല. ഇന്നലെ ചെറിയൊരു പനി വനിച്ചു. നോക്കട്ടെ, മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് രസമുണ്ടോ? മുല്ലപ്പൂ ഒക്കെ വാടിയോ? നോക്കട്ടെ 2:05 അമ്മ ചോറിനാണ്. എന്താ കറി? ഇന്നലത്തെ കറിയാ? മീനുണ്ടോ? മീനെന്തേ? കുമ്പളങ്ങേ? ആയിക്കെന്താ? മീനില്ലാത്ത കളിയില്ല കേട്ടോ അവിടെ. അതായത് ഞങ്ങൾക്ക് മീൻ വേണം. എന്നാ ചോറുണ്ട് ഇതെന്നോ? ചെമ്മീനും മാങ്ങയും ചമ്മന്തിയാണ് കുറച്ച്. ഞാൻ എല്ലാ കൂട്ടല്ല. പിന്നെ സൂതല്ലേ? ചെമ്മീൻ്റെ എല്ലാം വേണം. ഞാൻ ചമ്മന്തി അച്ചാറൊന്നും വല്ലാതെ കൂട്ടാറില്ല. വലിയ കിട്ടിയില്ലല്ലോ. ചെമ്മീനെ വലിയൊരു പങ്കൊന്നുമില്ല. സമയം 3 മണിയാണ്. ഒരു ചെറിയൊരു കാലാവസ്ഥ ചേഞ്ച് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഒരു മൂടിക്കെട്ടലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. മഴ പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. പെയ്താൽ നല്ല സുഖമായിരുന്നു. ഉച്ചവരെ വലിയ വെയിലും ചൂടൊന്നും ഇല്ലായിരുന്നു. ചൂടുണ്ട്, പക്ഷെ എന്നാലും സാധാരണ ഉള്ളതിനെക്കാട്ടി ഇന്ന് വളരെയധികം കുറവായിരുന്നു ചൂടൊക്കെ. എനിക്ക് കണ്ടിട്ട് കാലാവസ്ഥയുടെ ഒരു മൂടിക്കെട്ടൽ കണ്ടിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാളികാവ് ഭാഗത്തൊക്കെ ഇരുണ്ട് മൂടിക്കെട്ടി കിടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്താൽ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ മാത്രല്ല, കുറെ ആയില്ലേ മഴയൊക്കെ ഒന്ന് പെയ്തിട്ട്. മഴ പെയ്തോട്ടെ, ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. ചെങ്ങന്മാര സമയം 4:36 ആയിട്ടുണ്ട്. ഞാന് 2 ട്രിപ്പാണ് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആകെ എടുത്തത്. 2 ട്രിപ്പ്. അതിലൊരു ട്രിപ്പ് നമുക്കൊരു 80 രൂപയുടെ ട്രിപ്പായിരുന്നു. ഇപ്പൊ വന്ന ട്രിപ്പ് 60 രൂപയുടെ ആയിരുന്നു. അപ്പോ 140 രൂപ അല്ലേ? അങ്ങനെ കിട്ടിയാൽ മതി. പിന്നെ ഒരു ട്രിപ്പും കൂടി ഉണ്ട് നാട്ടിൽ നിന്ന് എടുക്കാൻ. ആ ഒരു ട്രിപ്പും കൂടി എടുക്കണം. അത് ഇപ്പൊ വിളിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ ഒരു ഫോൺ ട്രിപ്പ് പറഞ്ഞതാണ്. അതും കൂടി പോയി എടുത്തു കഴിഞ്ഞാൽ 140 എന്നുള്ളത് ഒരു 180 ആയിട്ട് മാറും. അത് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. റോട്ടിലൊക്കെ മഴത്തുള്ളികൾ
മഴ തുള്ളികൾ പോരാതെ. അങ്ങനെ പാട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? കണ്ടാ, ഞങ്ങളുടെ വണ്ടൂർ മഴ മഴ മഴ, ഞങ്ങളുടെ വണ്ടൂർ മഴ മഴ. മഴ എന്ന് ഞങ്ങൾ വല്ല പറയാറില്ല, ഞങ്ങൾ മഴ എന്ന് പറയാം. മഴ മഴ പോയ തോട് പാടം പൈച്ചുണ്ട്, ഇതൊക്കെയാണ് ഞങ്ങളത്. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ടത് ഞാൻ മഴ ആക്കാന് പറ്റായല്ല, വരൂലത്. ഞാൻ കുറെ ശ്രമിച്ചു നോക്കുന്നുണ്ട്, വരില്ല. വേണ്ട വേണ്ട വരണ്ട വേണ്ട. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പെട്ടെന്നുള്ള മഴ പെയ്ത് കഴിഞ്ഞാല് റോഡ് കാണാൻ പതയ്ക്കും. ഓരോ വണ്ടികൾ പോയി കഴിഞ്ഞാല് റോഡ് പതയ്ക്കും. അതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കമന്റ് ചെയ്തുക. ഞാൻ കുറെ ചിന്തിക്കാറുണ്ട്. ഞാൻ ഓയിൽ കണ്ടന്റ് ആണ്, ഞാൻ ഈ എയറുള്ളിൽ കുടുങ്ങിയപ്പോ റോട്ടില് അങ്ങനെ സംഭവിക്കുമോ? അത് പൊന്തിയിട്ടാ എന്തായാലും നല്ല പതക്കും റോഡ്. മഴ പെയ്തോണ്ടിരിക്കണേ കേട്ടോ, വലിയ ദമ്മൊന്നുമില്ല, അതിപ്പോ പോകുന്നതുകൊണ്ട്. ചെങ്ങൈമാരെ മഴയൊക്കെ മാറി. മഴ മാറാന്ന് പറഞ്ഞാലും വല്ലാതൊന്നും പെയ്തിട്ടില്ലത്. ഒരു ലോക്കല് ഒരു 30 രൂപയുടെ. അപ്പൊ നമ്മളിപ്പോ ഉച്ചക്ക് ശേഷം 230, ഉച്ച വരെ 760. അപ്പൊ 7 2 9, ഒരു 10 രൂപയുടെ കമ്മിയാണ് നമുക്കുള്ളത് അല്ലേ? 10 രൂപയുടെ കമ്മിയാണ് ഉള്ളത്. എന്തിന്? 1000 രൂപയാകാൻ വേണ്ടിയിട്ട്. അവര് 10 അല്ലേ? സാറ് സമയം കൊണ്ട് 6 മണിയായിട്ടുള്ള സമയം. 6:30 ആയില്ല, 6:30. ഒരു 80 രൂപയുടെ ട്രിപ്പും കൂടി പോയിട്ട് ഇങ്ങനെ മടങ്ങണം. അങ്ങാടിയിലേക്ക് തന്നെയാണ്. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്. എങ്കിൽ കുറച്ച് നേരം കൂടി വെറുതെ ഇരിക്കാം അവിടെ, അത്രേ ഉള്ളൂ. 7:15 ആയിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കാം. പക്ഷെ എങ്കിൽ ഉച്ച വരെ നമുക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഓട്ടത്തിന്റെ ഗതി തന്നെ മാറിയത്, വളരെയധികം മോശമായിട്ട് മാറിയത്. അങ്ങനെയാണ് ഗതി മാറിയത് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. 1000 രൂപ കഴിഞ്ഞല്ലോ, നമ്മൾക്ക് വലിയ സീനൊന്നുമില്ല. ചെങ്ങന്മാരെ ചിലപ്പോ വൈക്ക കുടുങ്ങും കേട്ടോ. ചിലപ്പോ വൈക്ക കുടുങ്ങും എന്ന് പറയാൻ കാരണം, വണ്ടിയില് വളരെ കുറച്ച് എണ്ണ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് അമരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകണ്ട, ഒരു 170 രൂപയുടെ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 310, 120, 410, 480, 480 രൂപയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഓടിയിരിക്കുവാണ്. പുള്ളി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താ വിഷയം ചോദിച്ചാല്, വണ്ടിയിൽ തീരെ എണ്ണല്ല. അപ്പൊ ഒരു പെട്രോൾ പമ്പ് കിട്ടണം. പെട്രോൾ പമ്പ് ഇതേ മറന്നതാണ്, അടിക്കാൻ മറന്ന് സംഭവിച്ചതാണ്. മിക്കവാറും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് ഇതുവരെ കുപ്പിയിൽ എണ്ണ കൊണ്ടുപോയി ഒഴിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഇന്ന് മിക്കവാറും ആ ഒരു ഗതികേട് വരും. മറന്നു പോയതാണ്. ബൈക്ക് കുടുങ്ങി കഴിഞ്ഞാല് ഇവിടെ ഞാനിപ്പോ ഈ പോയി ചാടുന്ന സ്ഥലം ഇനി പറയുന്നത് നടുവത്തേക്ക് എത്തും, വെള്ളാമ്പ്രം എത്തും, അല്ലെങ്കിൽ നടുവത്ത് വഴി അങ്ങനെ പോവാം. ഇല്ലെന്നാണെങ്കിൽ വേറെ വഴിയുണ്ട്, അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകാം. പക്ഷേ നടുവത്ത് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അത് പൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, വാണിയമ്പലം വഴിയാണ് ശരിക്കും ഞാനിത് റിട്ടേൺ പോവേണ്ടത്. ഞാൻ പോവാത്തത് ഇപ്പൊ സമയം 8:20. ഈ 8:20 നേരത്ത് റെയിൽവേ ഗേറ്റ് അടക്കും. റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ക്രോസിംഗ് ടൈമാണ്. 2 ട്രെയിൻ ഉണ്ട്, ഒരുപാട് നേരം അവിടെ നിൽക്കണം. ഏതാണ്ട് 3/4 മണിക്കൂറൊക്കെ മുക്കാലൊക്കെ ആവും നമ്മൾ അവിടെ നിന്ന് പിരിയാൻ വേണ്ടിയിട്ട്. അപ്പത്തിന് നമ്മൾക്ക് ഇതുവഴി പോകുമ്പോഴേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നാടെത്താൻ വേണ്ടിയിട്ട് പറ്റും, വണ്ടൂരെത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് നമ്മളെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട്. കുറച്ചെന്ന് പറയാനല്ല, ഒരെത്ര പേരുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഒരാളെ വിളിച്ചത്, ജിൻഷാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബ്രോ ആണ് വിളിച്ചത്. എൻ്റെ നമ്പർ കാര്യമൊക്കെ ഇടുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തതാണ്. അപ്പൊ അവര് വണ്ടൂര് ഇപ്പം എത്തും. അപ്പോഴേക്ക് എനിക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു വഴി എടുക്കാൻ കാരണം. ഇല്ലെങ്കിൽ ഞാൻ വാണിയമ്പലത്തിൽ കൂടെ പോരുള്ളൂ. വാണിയമ്പലത്തിൽ പെട്രോൾ പമ്പ് ഉണ്ട്. വെറും 100 മീറ്റർ അകലെ പെട്രോൾ പമ്പാണ്. 100 മീറ്റർ അകലെ. അതിന്റെ മക്കളെ കഴിച്ചിലായിട്ടാ. എന്റെ വണ്ടി ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് എണ്ണ കഴിഞ്ഞാണ്ടായി നിന്നിട്ടില്ല. ഈ വണ്ടി അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. ഇന്നിപ്പോ എന്താ വെച്ചാല് പേച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, പെട്രോൾ പമ്പ് ആകണം. HP അടി കപ്പിയരെ പിന്നെ അടി മോനെ. ഒരു 350 വെണ്ടക്കട്ടറി കുതിരപ്പകൻ. അല്ല, ഞാൻ അതിലല്ല വന്നേ, ഷാരി കൂടെ അവിടെ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ മക്കളെ. വണ്ടിന്റെ ചില്ല് കാര്യങ്ങളൊക്കെ. ഏതാ വണ്ടി, എന്താ വണ്ടി ഒന്നും മനസ്സിലായില്ല. ഏതായാലും അങ്ങനെ ആരായാലും എന്നോട് പെട്രോൾ പമ്പിൽ ചങ്ങായി ചോദിച്ചു എന്താണ് ആക്സിഡന്റ്, എങ്ങനെയാണെന്നുള്ളത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ നമുക്ക് അറിയുന്ന ആൾക്കാർ കുറെ ഉണ്ടാവും, ചോദിക്കാൻ സമയമില്ല.
എന്താ പറയുക, നമ്മളെ ചെക്കന്മാർ വരുന്നുണ്ടാണല്ലേ, ഓരിപ്പോൾ വരും. നമ്മളെ കുറച്ച് ചെക്കന്മാർ വേങ്ങരന്ന് വരുന്നു ഞാൻ പറഞ്ഞില്ല, വേങ്ങരല്ല മലപ്പുറം എന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ അവർ വേങ്ങരയാണ് കറക്റ്റ്. അപ്പോൾ അവർ വന്ന് പോയി. ഇപ്പോൾ സമയം 10 മണിയൊക്കെ കഴിഞ്ഞ് 11 മണിയൊക്കെ ആവാനായിട്ടോ. അവരിപ്പോൾ ഇവിടെ വന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് പിന്നെ വീഡിയോക്കും താല്പര്യം ഇപ്പം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അവരെ കാണിക്കാഞ്ഞത്. എന്തൊക്കെയായാലും ഞാൻ തന്നെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ 1240 രൂപയ്ക്കാണ് ഓടിയത്. വീട്ടിൽ പോകാൻ നേരെ കുളിക്കുക കിടക്കുക എന്നുള്ളത് മാത്രമാണ് പണി. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കാണിച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ദിവസം വരാം, നാളെ വരാം.